കരുവാരകുണ്ട് പഞ്ചായത്തിലെ UDF മെമ്പർമാരുടെ വാർഡുകളിലേക്കുള്ള പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചു എന്നാരോപിച്ച് UDF നേതാക്കൾ പ്രതിഷേധിച്ചു. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധത്തിൽ UDF നേതാക്കളായ N. ഉണ്ണീൻകുട്ടി, MP വിജയകുമാർ, നൌഷാദ് അലി കുരിക്കൽ, AK ഹംസക്കുട്ടി, മെമ്പർമാരായ പാലഞ്ചേരി സൈനബ, സ്മിത തുടങ്ങിയവർ സംസാരിച്ചു. CK അസ്രഫ്, P. അബ്ദുറഹ്മാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അധികാരമേറ്റത് മുതൽ തന്നെ UDFും CPMും രണ്ടായിട്ടാണ് അവർ ഭരണസമിതിയുടെ കാര്യങ്ങൾ പദ്ധതി വിഹിതം വെക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത്. ഞങ്ങളിതൊക്കെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ അവസാനത്തെ വർഷം 2025-26 പദ്ധതി രൂപീകരണ സമയത്ത് തന്നെ UDFിൻ്റെ മെമ്പർമാരെ പൂർണ്ണമായും ഒഴിവാക്കി നിർത്തിക്കൊണ്ടാണ് അവർ പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത്. മിനിറ്റ്സ് പോലും വാങ്ങാതെയാണ് പദ്ധതി രേഖ അവരുണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ഫണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തപ്പോൾ UDFിൻ്റെ മുഴുവൻ വാർഡുകളും അവഗണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇടതുപക്ഷ വാർഡുകളിൽ കോൺക്രീറ്റ് റോഡുകളും മറ്റു റോഡുകൾക്കും ഫണ്ടുണ്ട്. UDFിൻ്റെ വാർഡുകളിൽ കോൺക്രീറ്റ് റോഡുകളേ ഇല്ല. LDFിൻ്റെ വാർഡിൽ വെച്ച 10 ലക്ഷം വെക്കുമ്പോൾ ഇവിടെ 5 ലക്ഷം 6 ലക്ഷം വെച്ച് സർക്കാർ ഫണ്ട് വെട്ടിക്കുറച്ചിട്ടുണ്ട്. CPMൻ്റെ സംസ്ഥാന സർക്കാർ ഫണ്ട് വെട്ടിക്കുറച്ചത് UDF വാർഡുകളിലേക്കാണ് മാറ്റി വെച്ചിട്ട് അവിടെ കുറച്ചുകൊണ്ട് അവരെ വാർഡ് തികച്ചും കൊടുക്കുന്നൊരു സംവിധാനം, ഏകപക്ഷീയമായ ഒരു നിലപാട്. അത് ഗ്രാമപഞ്ചായത്തിൻ്റെ ആക്ടിനും നിലപാടുകൾക്കും അനുസരിച്ച് എതിരാണ്. അതിനെതിരെ UDF ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകും. അത് മാറ്റിക്കൊടുക്കണം. UDF വാർഡുകൾ കരട് പദ്ധതിയിൽ വന്നതാണ്. ജനങ്ങളോട് അവർ പറഞ്ഞതാണ് ഫണ്ടുണ്ട്, ഈ കൊല്ലം റോഡ് വൃത്തിയാക്കും, പണിയാക്കും ഒക്കെ പറഞ്ഞതാണ്. അതിലുള്ള ഫണ്ടാണ് ഒരു പെട്ടെന്ന് വെട്ടിക്കുറച്ചിട്ടുള്ളത്. അതിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. അത് പഞ്ചായത്തിനെതിരെ അതിശക്തമായ പ്രക്ഷോഭവുമായി UDF മുന്നോട്ട് പോകും. ഇപ്പം ഇങ്ങനൊരു പത്രസമ്മേളനത്തിൻ്റെയും വിഷയം അവതരിപ്പിക്കേണ്ടയും സാഹചര്യം എന്ന് പറയുന്നത് ഇവിടെ എല്ലാവർക്കും അറിയാം. മുമ്പ് വിശദമായി UDF മാർച്ച് നടത്തുമ്പോൾ പറഞ്ഞ സംഗതിയുണ്ട്. ഒരു പദ്ധതി രൂപീകരിക്കുന്നത് ഗ്രാമസഭകളിലൂടെ ഗ്രാമസഭയിലെ അംഗങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞ് അത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തി അതാണ് വികസന സെമിനാറിൽ വന്ന് പദ്ധതിയായി വരുന്നത്. ഇവിടെ പ്രസിഡന്റ് UDFിൻ്റെ ചെയർമാൻ സൂചിപ്പിച്ചു, ഗ്രാമസഭകളിലെ മിനിറ്റ്സ് വാങ്ങാതെ പദ്ധതി ഉണ്ടാക്കി പുന്നക്കാട് മോഡൽ LP സ്കൂളിൽ വികസന സെമിനാറിൽ പ്രതിപക്ഷത്തെ ഒരംഗങ്ങളും ഇല്ലാതെ മെമ്പർമാരും അറിയാതെ ഏകപക്ഷീയമായി പദ്ധതിയും തയ്യാറാക്കി. ഇപ്പോൾ അതിലേറെ രസകരമായ സംഗതി, സംസ്ഥാന സർക്കാർ ഇവിടെ സൂചിപ്പിച്ച പോലെ ഫണ്ട് വെട്ടിക്കുറച്ചപ്പോൾ 8 UDF മെമ്പർമാരുടെ വാർഡുകളിലെ ഫണ്ട് പൂർണ്ണമായി അവഗണിച്ചു എന്ന് മാത്രമല്ല, വരാൻ പോകുന്ന വാർഡ് വിഭജനം ലക്ഷ്യം വെച്ചുകൊണ്ട് ചില വാർഡുകളിൽ ഫണ്ട് മാറ്റി. കഴിഞ്ഞ കരട് പദ്ധതിയിൽ പോലും ഉൾപ്പെടാത്ത ഉദാഹരണം വ്യക്തമായി പറയാം. ഇപ്പോൾ ഈ ലിസ്റ്റിൽ ഇപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേരാനാണ് ഇന്ന് നമ്മുടെ മെമ്പർമാരെ വിളിച്ചു ചേർത്തത്. അതിലിതാ പറയുന്നു, വാർഡ് 1 വാക്കോട് ചൂരക്കുന്ന് SC നഗർ റോഡ് പുനരുദ്ധാരണം. ഇത് കൊയ്ത്തക്കുണ്ട് പുതിയ വാർഡിൽ വരുന്ന റോഡാണ്. ഇങ്ങനെ റോഡ് ഗ്രാമസഭയിൽ ആവശ്യപ്പെടുകയോ പദ്ധതിയിൽ കഴിഞ്ഞ ഈ പ്രിൻ്റ് ചെയ്ത വികസന സെമിനാറിൽ ഇവർ ഔട്ട് ചെയ്ത കരട് രേഖയിലോ ഇല്ലാത്തതാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളെ മെമ്പറെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഈ റോഡ് എവിടെയാണ്, എന്താണ്, അതിന് ഫണ്ടാണ് വെക്കുക. അപ്പോൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതമായ പദ്ധതിയാണ്. അതുകൊണ്ട് ശക്തമായി ഇവിടെ സൂചിപ്പിച്ച പോലെ ഇങ്ങനെ കഴിവുകെട്ട അല്ലെങ്കിൽ വിഭാഗീയത കൊണ്ട് അതേപോലെ കഴിഞ്ഞ കാലത്തൊന്നും ഇല്ലാത്ത രൂപത്തിൽ നാട്ടിൽ ഭിന്നിപ്പും, നമുക്കറിയാം നമ്മളെ മെമ്പർമാർക്കൊക്കെ ജനങ്ങളെ സമീപിക്കേണ്ട, ഇത് വെച്ച് ഓരോ റോഡും ഇപ്പോൾ ഈ ഓട്ടോറിക്ഷ ഒരു തൊഴിലാളി ഇപ്പോൾ ഒന്ന് ചൂടായി, പിന്നെ ഞങ്ങളെ റോഡിന് ഫണ്ടില്ലാറിട്ട് അവർ ബോട്ട് ബഹിഷ്കരിക്കാൻ നിൽക്കുകയാണ് പയ്യാക്കോട് വാർഡ്. അപ്പം മെമ്പർമാരെ നോക്കിയിട്ട് UDF വാർഡുകളെ പൂർണ്ണമായി അവഗണിച്ചിട്ടാണ്. ഒരിക്കലും ഇത് അനുവദിക്കൂല. ശക്തമായ സമര പരിപാടികളുമായി UDF മുന്നോട്ട് പോകും. കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ ഈ ഇടതുപക്ഷ ഭരണക്കാർ ചെയ്ത ഒരു പരിപാടി സംസ്ഥാന സർക്കാർ പഞ്ചായത്തുകൾക്കുള്ള, ബ്ലോക്ക് പഞ്ചായത്തിനുള്ള, ജില്ലാ പഞ്ചായത്തിനുള്ള മുഴുവൻ ഫണ്ടുകളും വെട്ടിക്കൊടുക്കും. പക്ഷേ ഇവിടെ നടന്ന ഏറ്റവും വലിയൊരു മോശപ്പെട്ട പരിപാടി എന്ന് പറയുന്നത്, സംസ്ഥാന സർക്കാർ വെട്ടിക്കുറച്ച ഫണ്ടുകൾ മുഴുവൻ ഇവിടെ UDFിൻ്റെ പഞ്ചായത്ത് മെമ്പർമാരുള്ള വാർഡുകളിലുള്ള ഫണ്ടുകളാണ് വെട്ടിക്കുറച്ചിട്ടുള്ളത്. അത് വളരെ പ്രതിഷേധാർഹമാണ്. വളരെ മോശപ്പെട്ട പരിപാടിയായി. ഒരു ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാർ അവരുടെ പാർട്ടി നോക്കിയിട്ടല്ല, ആ വാർഡിലുള്ള പ്രവർത്തകരെ ാണ് ഈ ഫണ്ട് കിട്ടുന്നത്.
ആ വാർഡിലെ വികസന പ്രവർത്തനത്തിനാണ് ഈ ഫണ്ട് കിട്ടുന്നത്. വെട്ടിക്കുറച്ച നടപടി വളരെ മോശമായി പോയി. ഇതിനെതിരെ ശക്തമായി UDF പ്രതികരിക്കും. 2024-25 വാർഷിക പദ്ധതിയിൽ ഒന്നാം വാർഡിന്, എൻ്റെ വാർഡായിട്ടുള്ള ഒന്നാം വാർഡിന് ഒരു കോൺക്രീറ്റ് ഫണ്ടും അനുവദിച്ചിട്ടില്ല. അതുപോലെ തന്നെ പിന്നെ റിപ്പയർ എന്നോട് 10 ലക്ഷത്തിൻ്റെ റോഡ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റീടാറിങ്ങിന്. അതും ഇതിൽ കാണുന്നില്ല, പദ്ധതിയിൽ വന്നിട്ടില്ല. എൻ്റെ ശരിക്കും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വാർഡിലേക്ക് ഒട്ടും ഫണ്ടില്ല എന്ന് തന്നെ പറയും. പുന്നക്കാട് വാക്കോട് റോഡ് ഭയങ്കര പ്രശ്നമുള്ള റോഡാണ്. അതിന് 10 ലക്ഷം നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു മെയിൻ്റെനൻസിന്. പുന്നക്കാട് വാക്കോട് റോഡും പിന്നെ അതുപോലെ തന്നെ നമ്മളെ നജാത്ത് റോഡും കൂടെ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ 6 ലക്ഷമായിട്ടാണ് കാണുന്നത്. അത് 10 ലക്ഷം കിട്ടിയാൽ ആ റോഡ് മെയിൻ്റെനൻസ് തീരില്ല. അത്രയും പൊതുവേ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ പ്രശ്നമുള്ള റോഡാണ് പുന്നക്കാട് വാക്കോട്. ഭയങ്കര സങ്കടമുണ്ട്. നമുക്ക് ഇത്രയും ആളുകളോട് ഇപ്പോൾ തന്നെ നടക്കും അത് മെയിൻ്റെനൻസ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതാണ്. അത് വെട്ടിക്കുറക്കും നമ്മൾ വിചാരിച്ചിരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് നാളെയാണ് ബോർഡെന്ന് പറഞ്ഞ് തലേ ദിവസം വൈകുന്നേരമാണ് മെസ്സേജ് കിട്ടുന്നത്. സ്ഥലത്തുനിന്ന് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഈ ബോർഡിൽ എത്തിപ്പെടാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 2025-26 വാർഷിക പദ്ധതിയിൽ റോഡ് കോൺക്രീറ്റ് ചെയ്യാനും മെയിൻ്റനൻസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള റോഡുകളുടെ പേര് കൊടുക്കാൻ പറഞ്ഞിരുന്നു. അതുപ്രകാരം ഞങ്ങൾ 8 മെമ്പർമാരും റോഡ് മെയിൻ്റനൻസിനും അതുപോലെ കോൺക്രീറ്റിനൊക്കെ റോഡിൻ്റെ പേര് കൊടുത്തിരുന്നു. അവസാനം റോഡ് കോൺക്രീറ്റിന് ഫണ്ടില്ല എന്ന് പറയുകയും മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് 10 ലക്ഷം രൂപ ഉണ്ട്, അപ്പോൾ അതിന് പ്രകാരം റോഡിൻ്റെ പേര് കൊടുക്കാൻ പറഞ്ഞിരുന്നു. അത് ഞങ്ങൾ പ്രകാരം കൊടുത്തിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇത് പദ്ധതി അംഗീകരിക്കാൻ വേണ്ടിയിട്ട് ബോർഡുക്ക് വന്നപ്പോൾ ലിസ്റ്റ് തന്നപ്പോൾ പല മെമ്പർമാരുടെ, ഞങ്ങൾ 8 മെമ്പർമാരുടെയും ഫണ്ടുകളൊക്കെ വെട്ടിക്കുറച്ചതായിട്ടാണ് കാണുന്നത്. ചിലർക്ക് 7 ലക്ഷം, ചിലർക്ക് 6 ലക്ഷം എന്നീ രൂപത്തിലാണ് ഫണ്ട് വന്നിട്ടുള്ളത്. ഈ പദ്ധതിയുമായി ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കൃത്യമായ സത്യപ്രതിജ്ഞാ ലംഘനമാണ് നടത്തിയിട്ടുള്ളത്. ഒന്ന്, വിവേചനം കാണിച്ചു, അതുപോലെ തന്നെ സ്വജനപക്ഷപാതം കാണിച്ചിട്ടുണ്ട്. ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കും. ശക്തമായ നടപടി ഉണ്ടാവണം. ജനങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് UDF ശക്തമായ സമര പരിപാടികൾ ആസൂത്രണം ചെയ്യും. ബിസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും ഹോം ട്യൂഷൻ മാതൃകയിൽ അബാക്കസ് ക്ലാസുകൾ. നിങ്ങൾക്കുമാകാം ഒരു അബാക്കസ് ടീച്ചർ. +2 യോഗ്യതയുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം. ഡിഗ്രി PG വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. കൂടുതലറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക. ബിസ്മാർട്ട് അബാക്കസ് 9447164411.